ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ സ്വന്തമായി എന്തെങ്കിലും ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 10 ഐഡിയാസാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് പറ്റുന്നതെന്ന് അറിയില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെയും ചോയ്സിനനുസരിച്ചിട്ട് കഴിവുകൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ബിസിനസ് ഐഡിയാസായിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 വീഡിയോസോളം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിലൊന്നും പറയാത്ത ഐഡിയാസാണ് ഞാൻ ഒന്നിൽ പറഞ്ഞത് മറ്റൊന്നിൽ പറയൂല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറ്റിയതുണ്ടോ അല്ലെങ്കിൽ അതിലാണോ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ചതുള്ളതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇന്ന് പറയുന്നൊരു വീഡിയോക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഐഡിയാസിൽ ഒരു ഐഡിയ അത് നമുക്ക് ഒരാളിങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവരുടെ അടുത്ത് തന്നെ അതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ റീസെല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അവരുടെ കോണ്ടാക്ട് നമ്പറും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ പേപ്പർ ബാഗ് നിർമ്മാണമാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽസിൽ നിന്നാണെന്നുണ്ടെങ്കിലും വേറെയുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല നല്ല വലിയ വലിയ ഷോപ്പുകളായിരിക്കും. ഒക്കെ ഇപ്പോൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം ഇപ്പോൾ പേപ്പർ ബാഗിലേക്ക് നമ്മുടെ പ്രകൃതിയും പരിസ്ഥിതിയൊക്കെ സംരക്ഷിക്കുന്ന രീതിയിൽ അങ്ങനായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഏൺ ചെയ്യാനും പറ്റും കേട്ടോ ഈ ഒരു പേപ്പർ ബാഗിൻ്റെ ബിസിനസ്സായിട്ട്. പിന്നെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ഒരു ജോലിയും കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഐഡിയാസ് പറഞ്ഞു തരികയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള സോഴ്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഒരുപാട് ഐഡിയാസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാ പറ്റിച്ചാൽ അത് തിരഞ്ഞെടുക്കാൻ നോക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഇവരായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഡീലേഴ്സ്മാരുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്പർ തരുമെന്ന് ചോദിച്ചാലൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ ഓരോ മേഖലയിലേക്കും ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഒരാളുടെ നിന്ന് വാങ്ങി പിന്നെ നമ്മൾ കുറച്ചും കൂടി ബിസിനസ് ചെയ്യുമ്പോഴാവും നമുക്ക് അതുക്കും ലാഭം കുറഞ്ഞല്ല, റേറ്റ് കുറഞ്ഞ് ലാഭത്തിൽ നമുക്ക് വേറെ സാധനങ്ങൾ വേറെ അടുത്തുനിന്ന് കിട്ടുന്നത് മനസ്സിലാവും. അതൊക്കെ നമ്മൾ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ അത് ചെയ്യാതെ നമുക്ക് എന്തായാലും ഇപ്പം ഇന്ന ആളുടെ അടുത്ത് കുറവാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നമ്പർ തരാനോ അങ്ങനൊന്നും പറ്റൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്നെ അതിലേതാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് കണ്ടെത്തി, സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ ഇത് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ മുന്നോട്ട് വരണം കേട്ടോ. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഹെന്ന കോൺ, അതായത് മൈലാഞ്ചി ഒക്കെ സെയിൽ ചെയ്യുന്നത്. അത് ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാനും കരുതിയിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ കുറേ മൈലാഞ്ചി ചെടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണക്കി പൊടിച്ച് അത്രയും കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കുന്നതെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതൊക്കെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവർ ഹെന്ന പൗഡർ വാങ്ങിയിട്ട് അവർക്കൊരു മിക്സിങ്ങും കാര്യങ്ങളും മാത്രമാണ് അതിൽ വരുന്നത്. മിക്സ് ചെയ്തിട്ട് അവർ പാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓർഗാനിക് ഹെന്ന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്ത്രീകളെന്നും പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ കുട്ടികൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ബിസിനസ്സാണ് കേട്ടോ. കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നെപ്പോലെ ആർക്കെങ്കിലും ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ മൈലാഞ്ചി ഇല്ലല്ലോ എന്നൊന്ന് കരുതി ഇരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയൊരു ഐഡിയ ആണെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നമ്മൾ ഹാമ്പേഴ്സ് മേക്ക് ചെയ്യുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എന്തൊരു പരിപാടിയാണെന്നുണ്ടെങ്കിലും, ഒരു കല്യാണമാണെന്നുണ്ടെങ്കിലും, ഒരു പെണ്ണ് കാണലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മിഠായി കൊടുക്കൽ, നിശ്ചയം, എന്തൊരു കാര്യത്തിനും നമുക്കിപ്പോൾ ഒരുപാട് ഹാമ്പേഴ്സും കാര്യങ്ങളും, എന്തിനു പറയുന്നത് ബർത്ത്ഡേസിന് പോലും അപ്പോൾ ഫുള്ള് ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് അല്ലേ കസ്റ്റമൈസ് ചെയ്തിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ പലരും റേറ്റും കാര്യങ്ങളും നോക്കൂല. പിന്നെ ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കും ഒരുപാട് സംതൃപ്തി തോന്നുന്ന ഒരു വർക്ക് തന്നെയാണ് ഹാമ്പേഴ്സ് മേക്കിങ്. നല്ല രസമാണല്ലോ. അപ്പോൾ അത് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്
ഇതിനിപ്പോൾ വലിയ അറിവും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഒരുപാട് DIYസും മേക്കിംഗ് വീഡിയോസൊക്കെ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കി ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ പറ്റും. അടുത്ത 4ാമത്തെ ഒരു ബിസിനസ് ഐഡിയയാണ് പേപ്പർ ക്വില്ലിംഗ് ബിസിനസ് കേട്ടോ. അപ്പോൾ അതും ഈ ക്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിനോട് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പേപ്പർ ക്വില്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് സംഭവം എന്നുള്ളത് അറിയാത്തവർക്ക് അങ്ങനെ അടിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് ക്ഷമയും സമയം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പർ ഉണ്ടല്ലോ, കളർ പേപ്പർ, അങ്ങനത്തെ പേപ്പർ, കോഴിയുടെ സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പേപ്പർ നമ്മൾ ടൂള് വെച്ചിട്ടോ അല്ലാതെ ടൂളില്ലാതെ ചെയ്യുന്നവരുണ്ട്. ടൂൾ വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്തിട്ട് പല ഷേപ്പിലും നമ്മുടെ നെയിംസും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന വർക്ക് നമ്മളൊരു ഫ്രെയിം ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ പേപ്പർ ക്വില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് നമുക്കൊരു ഫ്രെയിമിന് തന്നെ 1000ൻ്റെ മേലും ഒക്കെ നമുക്ക് ഓരോ വർക്കിനനുസരിച്ചിട്ട് നല്ല റേറ്റിൽ ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം അത് അങ്ങനെ ഇറങ്ങിയത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് എൻക്വയറീസ് കാര്യങ്ങൾ നമ്മൾ അങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. ഒരുപാട് പേര് റേറ്റ് ചോദിച്ചിട്ടും വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപാട് പേർക്കത് പുതിയ ഒരു സംഭവം ആയത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര ഒരു താല്പര്യമുണ്ട് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് വെറൈറ്റി ആയിട്ട് കൊടുക്കാനൊക്കെ. അപ്പോൾ അടുത്തത് 5ാമത്തെ ബിസിനസ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബിസിനസ് ഐഡിയയാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെറ്റേണിറ്റി വെയേഴ്സ്, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫീഡിങ് മോംസിനും പറ്റിയിട്ടുള്ള മെറ്റേണിറ്റി വെയേഴ്സ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് ആവശ്യക്കാരുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. നമുക്കിപ്പോൾ പണ്ട് ഒരു പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി എന്ന് പറയുമ്പോൾ ഒരു മാക്സി അങ്ങനത്തെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടുന്നവരായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഫുള്ള് ന്യൂജൻ അമ്മമാരാണ് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഡ്രസ്സുകൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മേഖല മാത്രം തിരഞ്ഞെടുത്താലും മതിയാവും. നല്ല രീതിയിൽ തന്നെ ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടും കേട്ടോ. 7ാമത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രസവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുട്ടിക്കും അതായത് ബേബിക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള കിറ്റുകൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പലരും പല സാഹചര്യത്തിലാവുമല്ലോ. അപ്പോൾ അവർക്ക് ചിലർക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ പുറത്തുപോയി വാങ്ങാൻ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പുറത്തുപോയി വാങ്ങാൻ ആഗ്രഹിക്കാത്തവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ് ഇതുപോലെ ഓൺലൈനായിട്ട് ഒരുപാട് പേര് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാം ബേബീസിൻ്റെ സാധനങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്രയും നമ്മൾ പറയുന്ന റേറ്റാണ് അവിടെ കിട്ടുക. MRPയിൽ തന്നെ നമുക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യാനും അതിലൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നും അവരെ വല്ലാതെ ആക്കി ചോദിക്കൂല. അപ്പം അങ്ങനെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. 8ാമത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഹിജാബിൻ്റെ റീസെല്ലിംഗ് ആണ് കേട്ടോ. നമുക്കറിയാം ഹിജാബ്സ് പല ടൈപ്പിലുള്ള ജോർജറ്റ്, ഷിഫോണ്, അങ്ങനെ ഇങ്ങനെ കുറേ ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീസെൽ ചെയ്യാൻ പറ്റും. അതാണ് 8ാമത്തെ ബിസിനസ് ഐഡിയ. 9ാമതായിട്ട് പറയാൻ പോകുന്നത് ഹെയർ ബണ്ണിൻ്റെ മേക്കിംഗ് ആണ് കേട്ടോ. അതായത് ബൺ മെറ്റീരിയൽ, നമുക്ക് മുടി കെട്ടാൻ ഉപയോഗിക്കുന്ന ബണ്ണ്, വട്ട്, പുഴു എന്നൊക്കെ പറയല്ലോ, ആ ഒരു സംഭവത്തിൻ്റെ മെറ്റീരിയൽ നമുക്ക് കിട്ടും. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റും. ഓരോ പീസ് റേറ്റ് ആയിട്ട് നമുക്ക് ഷോപ്പുകളിലോ നമ്മുടെ റിലേറ്റീവ്സിലോ ഷോപ്പുകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടി കൂടുതൽ ലാഭം കിട്ടും. കൂടുതൽ ഓർഡേഴ്സ് കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ലാഭം കിട്ടും. അപ്പോൾ അതുപോലെ ഈ ഹെയർ ബണ്ണിൻ്റെ മേക്കിംഗ് മാത്രമായിട്ട് ചെയ്യുന്നവരും അങ്ങനെ വരുമാനം കണ്ടെത്തുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മുൻപരിചയം കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ് ഐഡിയ തന്നെയാണ് അതും. അപ്പോൾ അവസാനമായിട്ട് 10ാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് സാനിറ്ററി നാപ്കിൻ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റീസെല്ലിംഗ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്പർ തരാമെന്നുള്ളത്. അവരായിട്ട്
അവരെനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ, ഞങ്ങളിങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഉള്ളവർക്കും അതൊരു ഹെൽപ്പ് ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാനും ജസ്റ്റ് പറയാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് പറ്റിയ ഐഡിയ തന്നെയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവരായിട്ട് പേഴ്സണലായിട്ട് ഒരു കോണ്ടാക്റ്റും പേഴ്സണലായിട്ട് എനിക്ക് അറിയുന്ന ആളും ഒന്നുമല്ല. അപ്പം ഞാൻ ജസ്റ്റ് പലരും പല സംഭവത്തിനും നമ്മളോരോ ഐഡിയാസ് പറയുമ്പോൾ അതിൻ്റെ നമ്പറുണ്ടോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് വിശ്വാസമാവുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്യാം. ഞാൻ ജസ്റ്റ് നമ്പർ തരുന്നു എന്നുള്ളൂ. ഞാനും ഇവരുമായിട്ട് വേറെ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിൽ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.